ക്രിസ്തുവിൻ്റെ ജനനം കാണാൻ ഭാഗ്യം ലഭിച്ച ആട്ടിടയന്മാർ വളരെ സന്തോഷത്തോടു കൂടി ബെത്ലഹേം നഗരിയിൽ വന്ന ആൾക്കാരെല്ലാം വിളിക്കുകയാണ്, നിങ്ങൾ വരിക, കമാൻ ലെറ്റ് us adore him എന്ന് പറയുന്നൊരു പാട്ടാണ്. ഈ സായാഹ്നവും ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത് ഉണ്ണിയെ കാണാനാണ്. നമുക്കറിയാം, ഉണ്ണിയെ തനിച്ച് കാണാൻ പറ്റില്ല. ഉണ്ണി എപ്പോഴും അമ്മയോടൊപ്പമാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ കൂടി കാണാനാണ് നിങ്ങളെല്ലാവരോടും ക്ഷണിക്കുന്നത്. Venite
അഡ്വൻസീസിൽ നമ്മൾ പാടുന്ന കം ഓൾ എ ഫെയ്ത്ത്ഫുൾ എന്നുള്ള പാട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇതിൻ്റെ അകത്ത് ക്രിസ്തുവിൻ്റെ ജനനം കാണാൻ ഭാഗ്യം ലഭിച്ച ആട്ടിടയന്മാർ വളരെ സന്തോഷത്തോടു കൂടി ബെത്ലഹേം നഗരിയിൽ വന്ന ആൾക്കാരെല്ലാം വിളിക്കുകയാണ്, നിങ്ങൾ വരിക, കമാൻ ലെറ്റ് അസ് അഡോർ ഹിം എന്ന് പറയുന്നൊരു പാട്ടാണ്. ഈ സായാഹ്നവും ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത് ഉണ്ണിയെ കാണാനാണ്. നമുക്കറിയാം ഉണ്ണിയെ തനിച്ച് കാണാൻ പറ്റില്ല, ഉണ്ണി എപ്പോഴും അമ്മയോടൊപ്പമാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ കൂടി കാണാനാണ് നിങ്ങളെല്ലാവരോടും ക്ഷണിക്കുന്നത്. KP അപ്പൻ്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ മധുരം നിൻ്റെ ജീവിതം എന്ന് പറഞ്ഞ 79 പേജുള്ളൊരു മനോഹര പുസ്തകമുണ്ട്. അതിൽ KP അപ്പൻ പറയുന്നൊരു കാര്യം എങ്ങനെയാണ്, പള്ളികളിലെ വാതിലുകളും ജനാലകളും എന്നെ ഓർമ്മപ്പെടുത്തുന്നത് മാതാവിനെ കുറിച്ചാണ്. കാരണം ചതുരാകൃതിയിലുള്ള ഒരു വാതിലല്ല, ജനാലകളല്ല പള്ളിക്കുള്ളത്. അതിൻ്റെ അറ്റം ഇങ്ങനെ ഗോത്തിക് സ്റ്റൈൽ ഇങ്ങനെ കൂർത്തിങ്ങനെ നിൽക്കും. രണ്ടറ്റം ഇങ്ങനെ കൂർത്താണ് ഓരോ ജനാലയും വാതിലും പള്ളിയുടെ നിൽക്കുന്നത്. അതെല്ലാം ഓർമ്മപ്പെടുത്തുന്നത് മറിയത്തെക്കുറിച്ച്. കാരണം മറിയം ഉണ്ണിയെ കയ്യിലെടുത്ത് നിൽക്കുന്ന മറിയത്തിന് ഒരു ഔട്ട്ലൈൻ നമ്മൾ ഇടുകയാണെങ്കിൽ ശരിക്കും ഷെയ്പ്പ് അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് KP അപ്പം പറയുന്നു, ഓരോ ദേവാലയത്തിലെ വാതിലുകളും ജനാലകളും എന്നെ ഓർമ്മിപ്പിക്കുന്നത് അമ്മയും കുഞ്ഞിനെയാണ്. നമ്മളിന്ന് അത്രയൊരു സായാഹ്നത്തിലാണ് ഇവിടെ ഇരിക്കുക. സുവിശേഷങ്ങളിൽ അധികം കാണാത്ത അല്ലെങ്കിൽ സുവിശേഷങ്ങൾ പറയാത്ത ചില കഥകളാണ് ഇന്ന് അപ്പുറത്തെ വേദിയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ആദ്യം നമ്മൾ കാണുന്നത് സ്നേഹസംഘം ചെയ്യപ്പെട്ട് ഗർഭിണികളായ 2 പേരെയാണ്, മറിയം എലിസബത്തും. മറിയം എലിസബത്തിൻ്റെ കൂടെ 3 മാസം താമസിച്ച് തിരിച്ച് വരുന്നതിൻ്റെ തലേ രാത്രിയിൽ നടക്കുന്ന സംഭവം നമ്മൾ കാണിക്കാൻ പോകുന്നത്. പ്രവാസി എഴുത്തുകാർ ഷീല ടോമി പറയുന്നൊരു കാര്യമുണ്ട്, ഈ സ്ത്രീകളും പുരുഷന്മാരും ലോകത്തെ കാണുന്നത് അത് ഡിഫറെൻ്റ് ആംഗിളിലാണ്. സുവിശേഷം 4 സുവിശേഷകന്മാരും ആണുങ്ങളാണ്, സ്ത്രീകൾ സുവിശേഷം എഴുതിയിട്ടില്ല. പക്ഷെ ഒരു സ്ത്രീ എഴുതിയാൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു ക്യാമറ വെച്ചാൽ എങ്ങനെ ഇരിക്കും ആ കഥ എന്നാണ് ആദ്യത്തെ കഥയിൽ നമ്മൾ കാണുക. ഇതിൻ്റെ പേര് 2 ഗർഭിണികൾ. കാണാം. മാസം എത്ര വേഗം കടന്നു പോയല്ലേ. മേരി, നാളെ നീ നസ്രത്തിലേക്ക് മടങ്ങിപ്പോകുമല്ലേ? എൻ്റെ കുഞ്ഞെ, നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ യഹോവേ, നാളെ നീ വീട്ടിൽ തിരികെ ചെല്ലുമ്പോൾ കാണുന്നവർക്കൊക്കെ മനസ്സിലാകും നീ ഗർഭിണിയാണെന്ന്. നിന്റെ പിതാവ്, നിന്റെ അമ്മ, ദൈവദൂതന്റെ വാക്കുകൾ അവരോട് പറഞ്ഞ ആര് നിന്നെ വിശ്വസിക്കും? ആര് നിന്നെ മനസ്സിലാക്കും? ആരോട് നീ ഇതെല്ലാം പറയും? വേണ്ട മേരി, നീ ഈ അവസ്ഥയെ തിരികെ പോകണ്ട. ചാർച്ചക്കാരും എല്ലാവരും ചേർന്ന് നിന്നെ ഒറ്റപ്പെടുത്തും. ഓർത്തിട്ട് എനിക്ക് മേരി, വേണ്ട മേരി, നീ പോവണ്ട. നീ ഇവിടെ നിൽക്ക, ഞാൻ നിന്നെ നോക്കിക്കൊള്ളാം. അവിടെ ചെന്നാൽ നിനക്കായി കാത്തിരിക്കുന്ന ആ ജോസഫ്, അയാൾ നിന്നെ വിശ്വസിക്കുമോ? ഗർഭിണിയായി നിന്നെ അയാൾ സ്വീകരിക്കുമോ? എൻ്റെ ദൈവമേ. നോക്ക്, ഇളയമ്മ കരുതും പോലെ ഒന്നും ഒരനർത്ഥവും എനിക്ക് സംഭവിക്കില്ല. ബന്ദി എന്ന പഴി കേട്ട് ഈ ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞ നിങ്ങൾ ഇന്ന് എത്ര ഭാഗ്യവതിയാണ്. ശക്തനായവൻ നിങ്ങൾക്ക് വൻ കാര്യങ്ങൾ ചെയ്തു തന്നില്ലേ? ഞാനും വിശ്വസിക്കുന്നു. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്ക്. കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായിട്ടുള്ളത്? അവിടുന്ന് വിശ്വസിച്ചിട്ട് ആരെയാണ് അവിടുന്ന് വെറും കൈയാൽ പറഞ്ഞയച്ചത്? വാഗ്ദാനങ്ങളിൽ എന്നും വിശ്വസ്തനാണവൻ, വാക്കുമാറാത്തവൻ. എന്റെ യഹോവേ, എന്റെ ചിത്തം അങ്ങയിൽ ആനന്ദിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഇതാ
ഇതാ ഞാൻ. ഇത് നിന്റെ കുഞ്ഞിന് അല്ല, പിറക്കാനിരിക്കുന്ന നമ്മുടെ രക്ഷകന്. അമേരിക്കൻ ആർട്ടിസ്റ്റ് ടാനറുടെ ഒരു വളരെ പ്രസിദ്ധമായൊരു ചിത്രമുണ്ട്. അതിൽ മറിയം ഗബ്രിയേൽ ദൂതൻ്റെ മംഗളവാർത്ത കേട്ടിട്ട് മുറിയുടെ മൂലയിൽ കട്ടിലിങ്ങനെ പേടിച്ചിരിക്കുന്ന ഒരു പടമുണ്ട്. മുഖത്ത് വളരെ ഒരു ഭയമുണ്ട്. ആ ഭയത്തെക്കുറിച്ച് ആൾക്കാർ പറയുന്ന ആ ഭയം എന്ന് പറയുന്നത് പേടിച്ചിട്ടുള്ള അതിനേക്കാളും കൂടുതൽ ദൈവസന്നിധിയിൽ ആദരവോടെ നിൽക്കുന്നതിൻ്റെ ഭയം എന്ന് പറയാം. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് മറിയം ഒരു സാധാരണ ഒരു കർഷക പെൺകുട്ടിയാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. ട്രഡീഷൻസ് പറയുന്നുണ്ട് 5-ാമത്തെ വയസ്സിൽ മറിയത്തെ ദേവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ചെന്ന്. മറിയത്തിന് ഓൾഡ് ടെസ്റ്റമെന്റിൽ പഴയ നിയമത്തിൽ ഗാഢമായ അറിവുണ്ടായിരുന്നു. അത് വ്യക്തമായി നമ്മൾ കാണുന്നുണ്ട് മാഗ്നിഫിക്കാത്ത് എന്ന സുന്ദരമായ ഗാനത്തിൽ. കാരണം ചെങ്കടൽ മുറിച്ച് കടന്നു കഴിഞ്ഞപ്പോൾ മോശയുടെ സഹോദരി മിറിയം തപ്പുകൊട്ടി പാടിയ പാട്ടും പിന്നെ സാമൂലിനെ കിട്ടിക്കഴിയുമ്പോൾ സാമൂലിനെ ദേവാലയത്തിൽ സമർപ്പിച്ചിട്ട് അമ്മ പാടുന്ന പാട്ടും, ഈ 2 പാട്ടിന്റെ കോമ്പിനേഷനാണ് ശരിക്കും മാഗ്നിഫിക്കാത്ത്. അപ്പോൾ പഴയ നിയമത്തിൽ അത്രമേൽ അറിവുള്ള ഒരാൾക്ക് മാത്രമാണ് ഈ മാഗ്നിഫിക്കാത്ത് കമ്പയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് മറിയത്തിന്റെ ഈ പാട്ട് അത്ര പ്രസിദ്ധമാവുന്നത്. നമുക്കത് വേറൊരു പാട്ടാണ്. പക്ഷെ ശരിക്കും ചരിത്രം പരിശോധിക്കുമ്പോൾ മാഗ്നിഫിക്കാത്ത് എന്ന് പറഞ്ഞത് പല ഗവൺമെന്റുകൾ ബാൻ ചെയ്ത പാട്ടാണ്. അർജന്റീനയിൽ ഡേർട്ടി വാർ നടക്കുന്ന സമയം, സിവിൽ വാർ നടക്കുമ്പോൾ അവിടെ പട്ടാള ഭരണം വന്നപ്പോഴേക്കും അവിടെയുള്ള നേതാക്കന്മാരൊക്കെ ഒരു ജയിലിൽ അടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അമ്മമാര് പ്രതിഷേധിച്ചത് മാഗ്നിഫിക്കാത്തിന്റെ ഒരു കോപ്പി, അവർ പോസ്റ്റേഴ്സ് അവർ മതിലൊട്ടിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി എന്ന് പറയാം. പട്ടാളക്കാരതൊക്കെ കീറിക്കളയുന്നുണ്ട്. ഇതുപോലെ തന്നെ ഗോട്ടമാല ഗവൺമെന്റും ഈ പാട്ട് ബാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് സമരത്തിന്റെ പാട്ട് എന്ന് പറഞ്ഞിട്ട് ബാൻ ചെയ്തിട്ടുണ്ട്. ഡല്ലാസ് വില്യംസ് ഫിലോസഫർ പറയുന്നത് ഇങ്ങനെയാണ്, ഇറ്റ്സ് എ ഡിവൈൻ കോൺസ്പിറസി, ഒരു ദിവ്യമായ ഗൂഢാലോചനയാണ് ഈ പാട്ട് എന്ന് പറയാം. റെവല്യൂഷണറി ഡോക്യുമെന്റ് എന്നാണ് സ്റ്റാൻലി ജോൺസ് ബൈബിൾ പണ്ഡിതൻ പറയാം, റെവല്യൂഷണറി ഡോക്യുമെന്റ്. അപ്പൊ ഇത് സാധാരണ ഒരു പാട്ടല്ല, ഇതൊരു വിപ്ലവ തുണ്ടാണ്. മാഗ്നിഫിക്കാത്താണ് അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന ലത്തീൻ പാട്ട്. Sui potentes de sede
Sicutera de principio et nunc et semper et in saecula saeculorum. പെസഹാക്കാലത്ത് ഉയർപ്പ് ഞായർ മുതൽ പെന്തക്കോസ്ത വരെ നമ്മൾ ആഞ്ചുലസിന് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പകരം ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് അടുത്ത പാട്ട്. ശരിക്കും ഇവിടെ പാടുന്ന പാട്ടുകളൊക്കെ പ്രാർത്ഥനയാണ് കേട്ടോ. കീർത്തനങ്ങൾ ഒരു പാട്ടും പ്രാർത്ഥനയാണ്, എല്ലാ പാട്ടുകളും തന്നെ. നമ്മൾ ചെല്ലുന്ന സ്വർലോകരാജ്ഞ ആനന്ദിച്ചാലും അല്ലലി എന്ന് പറയുന്ന അതാണ് അടുത്ത പാട്ട്. ഈ പാട്ടിൻ്റെ പിറവിയെക്കുറിച്ച് വളരെ സുന്ദരമായൊരു കഥയുണ്ട്. 13-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ജാക്കോബൂസ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ എഴുതിയ 153 വിശുദ്ധരുടെ ഒരു ചരിത്ര പുസ്തകമുണ്ട്. ഗോൾഡൻ ലെജൻഡ് എന്നാണ് അതിൻ്റെ പേര്, ഗോൾഡൻ ലെജൻഡ്. അതിനകത്ത് പറയുന്ന ഒരു സംഭവമാണ് പോപ്പ് ദ ഗ്രിഗറി ദ ഗ്രേറ്റ്. ഈ ഗ്രിഗോറിയൻ സംഗീതത്തിൻ്റെ ഉപജ്ഞാതാവ് പോപ്പ് ദ ഗ്രിഗറി. അദ്ദേഹം 6-ാം നൂറ്റാണ്ടിൽ റോമിൽ വലിയൊരു മഹാമാരി പടർന്നപ്പോൾ ഒരു മാതാവിൻ്റെ രൂപം എടുത്തിട്ട് ഒരു പ്രൊസഷൻ നടത്തുന്നുണ്ട്. ഇങ്ങനെ പ്രൊസഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാസിലിൻ്റെ ഒരു കൊട്ടാരത്തിൻ്റെ മുകളിൽ മാലാഖയെ കാണുന്നുണ്ട്. കയ്യിൽ വാളൊക്കെ ഇട്ട് നിൽക്കുന്ന മാലാഖയെ കാണുന്നുണ്ട്. ആ മാലാഖ പാടിയ പാട്ട്, ആ പാട്ടാണ് ഈ സ്വർലോകരാജ്ഞാനന്ദിച്ചാലും പറയുക. ആദ്യത്തെ 3 വരി മാലാഖ പാടി, പിന്നത്തെ 4-ാമത്തെ വരി എഴുതി ചേർത്തത് പോപ്പ് ഗ്രിഗറി ദ ഗ്രേറ്റ് എന്ന് പറയാം. അങ്ങനെ ഒരു സുന്ദരമായൊരു ട്രഡീഷൻ ഈ പാട്ടിനെ കുറിച്ചുണ്ട്. നമുക്ക് ഈ പാട്ട് കേൾക്കാം. പ്രസീദിയും എന്നുള്ള പാട്ടാണ് അടുത്തത്. മറിയത്തെക്കുറിച്ചുള്ള ഏറ്റവും പുരാതനമായ കീർത്തനം എന്നറിയപ്പെടുന്നതാണിത്, ഏറ്റവും പുരാതനമായത്. ഇത് കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്കീസ് നെസ്തോറിയസ് അദ്ദേഹം ക്രിസ്തോത്തോക്കസ് എന്ന് പറഞ്ഞൊരു പഠനം നടത്തി. മറിയം എന്ന് പറയുന്നത് മനുഷ്യനായ ക്രിസ്തുവിൻ്റെ അമ്മ മാത്രമാണ്, ദൈവമായ ക്രിസ്തുവിൻ്റെ അമ്മയല്ല എന്ന രീതിയിൽ. അപ്പോൾ ദൈവമാതാവല്ല എന്നൊരു പഠനം അദ്ദേഹം നടത്തിയായിരുന്നു. നെസ്റ്റോറിയനിസം എന്ന് പറയുന്നതിൻ്റെ ഭാഗമാണ്. അപ്പോൾ 431 കൗൺസിൽ ഓഫ് എഫേസസിൽ വെച്ചിട്ടാണ് തെയോത്തോക്കോസ് മദർ ഓഫ് ഗോഡ് എന്നുള്ളൊരു വിശ്വാസത്തെയും പ്രഖ്യാപിക്കുന്ന സഭ. അതിനോട് അനുബന്ധിച്ചാണ് ഈ പാട്ട്. ദൈവമാതാവാണ് അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗാനമാണ് നമ്മൾ അടുത്തായിട്ട് കേൾക്കാൻ പോകുന്നത്. നമുക്കറിയാം ഈ ഒരു വിശ്വാസം എന്ന് പറയുന്നത് സഭയുടെ ആദ്യ നൂറ്റാണ്ട് തൊട്ട് ഉണ്ട്. കാരണം ദൈവത്തിൻ്റെ അമ്മയായിട്ട് ഇപ്പോൾ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 31-ാം വാക്യത്തിൽ നമ്മൾ എലിസബത്ത് മറിയം കയറിയവർ പറയുന്നത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കാൻ എനിക്ക് എന്ത് യോഗ്യത എന്ന്. എൻ്റെ കർത്താവിൻ്റെ അമ്മ, അവിടെ തന്നെ മദർ ഓഫ് ഗോഡ് എന്നാണ് മേരി അഭിസംബോധനയെ. അപ്പോൾ ഇതൊരു തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വളരെ സുന്ദരമായ പാട്ടാണ്, കേൾക്കാം. Santa
വ്യാകുലങ്ങളെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഔസ്യപിതാവിന്റെ വ്യാകുലങ്ങളെ കുറിച്ച് അങ്ങനെ ഹൈലൈറ്റ് ചെയ്യാറില്ല. പക്ഷെ നമുക്കറിയാം ഔസ്യപിതാവിന്റെ വ്യാകുലങ്ങളെ കുറിച്ച്. അടുത്തൊരു കാഴ്ച എന്ന് പറയുന്നത് ഔസ്യപിതാവിന്റെ ഒരു വ്യാകുലത്തെ കുറിച്ചാണ്. മറ്റൊരു ചോദ്യമുള്ളത്, സുവിശേഷം വായിക്കുമ്പോൾ നമുക്കറിയാം കല്യാണത്തിന് മുമ്പ്, ഔസ്യപിതാവിന്റെ മകത്തിന്റെ കല്യാണത്തിന് മുമ്പ് പലതവണ മാലാഖ ഇവരെ കാണാൻ വരുന്നുണ്ട്. ഗബ്രിയേൽ വന്ന് മറിയത്തോട് മംഗളവാർത്ത കൊടുക്കുന്നുണ്ട്. 3 വട്ടം ഔസ്യപിതാവിന്റെ സ്വപ്നങ്ങളിൽ മാലാഖ വന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നീട് ഒരിക്കലും അവരുടെ ലൈഫിൽ നമ്മൾ മാലാഖയെ കാണുന്നില്ല. മാലാഖ വന്ന് സംസാരിക്കുന്നത് നമുക്ക് കാണുന്നില്ല. എന്തുകൊണ്ട് മാലാഖ വന്നില്ല? ഈ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് അടുത്ത കാഴ്ച. മാലാഖ വരാത്ത രാത്രി എന്നാണ് കഥയുടെ പേര്. എന്തു പറ്റി? നീ ഉറങ്ങിയില്ലേ? എങ്ങനെ ഉറങ്ങും? ഇതിപ്പോ 2-3 ദിവസം ആയല്ലോ. ഒന്നുമില്ലടോ, താൻ കിടന്നോ? കൊള്ളാം. എന്നിട്ടാണോ വിശപ്പില്ല, ഉറക്കമില്ല? എന്താ പ്രശ്നം? ഒരു ചെറിയ ടെൻഷൻ. ആ സൈമന്റെ വീട് താമസമാണ് അടുത്ത ആഴ്ച. പണി അങ്ങോട്ട് നീങ്ങുന്നില്ല. എന്തിനാ ജോസഫെ കള്ളം പറയുന്നേ? പ്രശ്നം എന്താണെന്ന് ഞാൻ പറയട്ടെ. എന്ത് പ്രശ്നം? ജെറുസലേം പള്ളിയിലെ പ്രശ്നമല്ലേ? അതെന്ത് പ്രശ്നം? മോനെ തിരിച്ചു കിട്ടിയില്ലേ? ഇല്ല. ജോസഫ് ഇങ്ങോട്ട് നോക്കിയേ. ഈ മനസ്സ് എന്നേക്കാളും നന്നായിട്ട് ആർക്കാ അറിയാവുന്നേ? ജെറുസലേം ദേവാലയത്തിൽ അത്രയും പേരുടെ മുന്നിൽ വെച്ച് ഇതല്ലേ എൻ്റെ അപ്പൻ്റെ വീടെന്ന് നമ്മുടെ മോൻ പറഞ്ഞപ്പോ വാഴ് കുത്തി കയറിയത് ഈ നെഞ്ചിലാണെന്ന് എനിക്കറിയാം. അവന്റെ അപ്പനല്ലല്ലോ, തകർന്നു പോയടി. ശരിയാ, ഇതവന്റെ വീടല്ല. അവന്റെ വീട് ദേവാലയല്ലേ, ദൈവമല്ലേ അവന്റെ അപ്പൻ, ഞാൻ വളർത്തച്ഛനല്ലേ. എല്ലാം എൻ്റെ തെറ്റ, ഞാനതങ്ങോട്ട് മറന്നുപോയി. ഈ മനസ്സ് അതങ്ങോട്ട് സമ്മതിക്കുന്നില്ലടോ. നേരത്തെയൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാലാഖ വരുമായിരുന്നു, വഴിയും പറഞ്ഞു തരും. പക്ഷെ ഇപ്പോ മേരി, എന്റെ സ്വപ്നങ്ങളിൽ മാലാഖ വരാറില്ല. എന്തിനാ ജോസഫ് ഇനി മാലാഖ വരുന്നേ? 1000 മാലാഖമാരെ കാവലിരിക്കുന്ന നമ്മുടെ മോൻ ഇവിടെ ഉള്ളപ്പോ. എനിക്കറിയാടോ, പക്ഷെ ഞാനൊരു സാധാരണക്കാരനല്ലേ. ഇന്ന് വൈകുന്നേരം ഈശോ എൻ്റെ അടുത്ത് വന്നായിരുന്നു. അവൻ പറഞ്ഞു, സോറി അമ്മേ, ഞാൻ അന്ന് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അപ്പന്റെ സങ്കടം ഞാൻ കണ്ടു. അന്ന് പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോ അപ്പൻ എന്നോടൊന്നും മിണ്ടിയില്ല. എനിക്കും സങ്കടമായി. അമ്മ അപ്പനോട് പറയണേ, ഞാനിനി അപ്പനെയും വിട്ട് എങ്ങും പോവില്ലാന്ന്. ഇതെന്റെ പ്രോമിസാ. ജോസഫിന് ഓർമ്മയുണ്ടോ? ഈശോ ജനിച്ചപ്പോ അവന്റെ കുഞ്ഞ് കൈയും കാലും ഒക്കെ തൊട്ടു നോക്കിയിട്ട് താൻ പറഞ്ഞത്, ദൈവത്തിന്റെ കുഞ്ഞായിട്ടും ഈ കുഞ്ഞിന് ഒരു പ്രത്യേകതയില്ലല്ലോ, സാധാരണ കുഞ്ഞിനെ പോലെ ഇരിക്കുന്നു. അന്ന് ഞാനെന്താ പറഞ്ഞേ? ശരിയാണ്, ഇതൊരു സാധാരണ കുഞ്ഞാണ്. അതാണ് അവനെ സ്പെഷ്യലാക്കുന്നത്. ഈ
ഇപ്പൊ മനസ്സിലായോ? ഇയാളൊരു സാധാരണ അപ്പനല്ല, ഒരു സ്പെഷ്യൽ അപ്പനാണെന്ന്. മനസ്സിലായല്ലോ സ്പെഷ്യൽ അമ്മേ. വളരെ സുന്ദരമായൊരു ഒരു സ്നേഹത്തിൻ്റെ നമ്മൾ തിരുക്കുടുംബം എന്നൊക്കെ പറയുമല്ലോ, തിരുക്കുടുംബത്തിൻ്റെ ഒരു വല്ലാത്തൊരു പ്രണയമാണ് നമ്മളിപ്പോൾ കണ്ടത്. എങ്ങനെയാണ് എത്രമാത്രം കണക്റ്റഡ് ആയിരുന്നു രണ്ടുപേരും. രണ്ടുപേർക്ക് അവരവരുടെ ചങ്കിലെ വേദന അറിയാൻ പറ്റുമായിരുന്നു. ഈശോ പ്രോമിസ് ചെയ്തിട്ട് പിന്നീട് ഈശോ അവരെ വിട്ടുപോയില്ലെന്നുള്ളൂ. പിന്നെ 30-ാമത്തെ വയസ്സിൽ ഈശോ പബ്ലിക് മിനിസ്ട്രിക്ക് പോകണം നമുക്കറിയാം. അതിന് മുമ്പ് ജോസഫ് മരിക്കുന്നുണ്ട്. വളരെ സുന്ദരമായൊരു കാഴ്ച. നമ്മുടെ രൂപതയുടെ ഒരു ബിൽഡിങ് അരവിനോട് ചേർന്നുണ്ട്. അത് അറബിക്കടലിൽ നോക്കി നിൽക്കുന്നൊരു ബിൽഡിങ്ങാണ്. സ്റ്റെല്ല മാരിസ് എന്ന് പറഞ്ഞ മറിയം മാതാവാണ് എൻ്റെ മുകളിലിരിക്കുന്നത്. സ്റ്റെല്ല മാരിസ് എന്നാണ് ആ ബിൽഡിംഗ് അറിയപ്പെടുന്നത് തന്നെ. ശരിക്കും പറഞ്ഞാൽ മറിയം സമുദ്രത്തിലെ യാത്രക്കാർക്ക് ഒരു വഴികാട്ടിയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലേക്ക് മിഷണറിമാർ കപ്പലിലാണ് വരിക, വിശ്വാസം കൊണ്ടുവരിക. അവർക്കൊക്കെ വഴികാട്ടിയായിരുന്നത്, അവർക്ക് പാട്ട് പാടിയിരുന്നത് മാതാവിൻ്റെ പാട്ടുകളാണ്. അങ്ങനെ മറൈനിസിം എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന ആവേ മാരിസ് സ്റ്റെല്ല 8-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട പാട്ടാണ് നമ്മളിന്ന് ഇവിടെ കേൾക്കാൻ പോകുന്നത്. വളരെ ലളിതമായി എഴുതിയൊരു പാട്ടാന്ന് പറയാം. അതിനേക്കാളും വളരെ ഭംഗിയാണ് അതിൻ്റെ വരികളൊക്കെ വരുന്നത്. അതിൻ്റെ അകത്തൊരു വരി ഇങ്ങനെയാണ്: ആവേ എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ തിരിച്ചിടുമ്പോൾ ഈവ എന്നാണ്. ആവേ ഈവ. ഈവ എന്ന് പറഞ്ഞ ഈവ് ഹവയാണ്. അപ്പോൾ ഈവ കൊണ്ടുവന്ന ദുഷ്പേര് ആവേ മാറ്റണമെന്ന് പറഞ്ഞൊരു നല്ലൊരു വരിയുണ്ട്. നല്ല രസമാണ്. അങ്ങനത്തെ അതിൻ്റെ വരിയൊക്കെ ബിൽഡപ്പ് ചെയ്തേക്കണം അങ്ങനെയാണ്. അപ്പോൾ വളരെ സുന്ദരമായി മറൈനിസിം നമുക്ക് കേൾക്കാം. ആവേ മാരിസ് സ്റ്റെല്ല.
നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ചൊല്ലുന്ന പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയം എന്നുള്ള പ്രാർത്ഥന. അവേ മരിയ ഗ്രാസ്യ പ്ലേന എന്ന് പറഞ്ഞ പ്രാർത്ഥന. നമുക്കറിയാം അതിൻ്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് മറിയത്തിനെ ഗബ്രിയേലിനെ അഭിസംബോധന ചെയ്യുന്നതും മറിയത്തിനെ എലിസബത്ത് അഭിസംബോധന ചെയ്യുന്ന രണ്ട് ഭാഗം കൂടി ചേർത്താണ് ആദ്യത്തെ ഭാഗം. അതിൽ പോപ്പ് ഗ്രിഗറി ദ ഗ്രേറ്റ് ഈശോ എന്നുള്ള പേരും കൂടി ചേർത്തിട്ടാണ് ഈ നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന ആദ്യ ഭാഗം. രണ്ടാമത്തെ ഭാഗം പ്രൊട്ടസ്റ്റന്റ് വിപ്ലവ കാലത്ത് സെയിൻറ്റ് പീറ്റർ കനീഷ്യസ് എഴുതി ചേർത്താണ്. പരിശുദ്ധ മറിയം തമ്പുരാൻ്റെ അമ്മേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കുന്ന പ്രാർത്ഥന രണ്ടാം ഭാഗം പിന്നീട് എഴുതി ചേർക്കപ്പെട്ടതാണ്. നമ്മൾക്ക് ജപമാലയിൽ ആവർത്തിച്ച് ചെല്ലുന്ന ഈ മനോഹരമായ പ്രാർത്ഥന നമുക്ക് കേൾക്കാം. Ave Maria, gratia plena, Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus. Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. എന്ന് പറഞ്ഞ കീർത്തനമാണ്. രണ്ട് വരെയുള്ളൂ. 5-ാം നൂറ്റാണ്ടിൽ സിദൂലീസ് പറഞ്ഞ ക്രിസ്ത്യൻ പോയിറ്റാണ് ആദ്യത്തെ ഭാഗം എഴുതിയത്. പിന്നീട് ചേർത്തിട്ടുള്ളത് സങ്കീർത്തനം 45 റോയൽ സാം എന്നറിയപ്പെടുന്ന സങ്കീർത്തനത്തിന് ആദ്യത്തെ വരെയാണ്. എൻ്റെ ഹൃദയത്തിൽ ഉദാത്തമായ ആശയം തുടിച്ചു നിൽക്കുന്നു, ഈ ഗീതം ഞാൻ രാജാവിന് സമർപ്പിക്കുന്നു. ഇപ്പോൾ സങ്കീർത്തനവും എഴുത്തും കൂടി ചേർന്ന ഈ പാട്ട്, ഈ ചെറിയ പാട്ട്.
Seculorum. Amen. Salve, Sancta Pares, Benedicta Uber സങ്കീർത്തനം 45 നമ്മളിപ്പോൾ കേട്ട അതിൻ്റെ തലക്കെട്ട് രാജകീയ വിവാഹം എന്നാണ്. നമ്മളിനി പോകുന്നത് ഒരു വിവാഹ വീട്ടിലേക്കാണ്. മറിയം ഈശോയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സമയം തെറ്റിച്ച ഒരാളാണ്. എൻ്റെ സമയം ആയിട്ടില്ല എന്ന് ആദ്യത്തെ അത്ഭുതത്തിനും ഈശോ പറയുന്നുണ്ട്. പക്ഷേ അവൻ പറയുന്നതിൽ ചെയ്യുന്ന മറിയം പറയാം. അപ്പം മറിയത്തിന് സൂചന ഉണ്ടായിരുന്നു ഈശോ ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. ആ നാട്ടിൽ ആർക്കും അറിയില്ല ഈശോ അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. പക്ഷെ അത് അമ്മയ്ക്ക് അറിയാമായിരുന്നുള്ളതാണ്. നമ്മൾ പോകുന്ന കാനായിലെ കല്യാണ വീട്ടിലേക്കാണ്. ഈ കഥയുടെ പേര് കാനായിലെ അത്താഴൂട്ട്. കാണാം. അത് മറിച്ചിട്ട് ഈ നശിച്ച പിള്ളേരും. അബി ഇവിടെ വന്നേ, ഇവിടെ വരാൻ. നിന്നോടല്ലേ ഞാൻ പറഞ്ഞു മുറ്റത്ത് പോയി കളിക്കാൻ. അമ്മാമേ, അവരെ എന്നെ ഓടിച്ചിട്ടെ. മോനിങ് വന്നേ. വേദനിച്ചോ? സാരല്ലാട്ടോ. അതെ, അമ്മമ്മ വലിയ ടെൻഷനില്ല. കല്യാണ വീടല്ലേ, കൊറേ വിരുന്നുകാരൊക്കെ നാളെ വരാനുള്ളതാ. ഇതൊക്കെ ഞാൻ വൃത്തിയാക്കിക്കോളാം. നിങ്ങളെ അപ്പുറത്ത് പോയി കളിച്ചോ. ചെല്ല. നീ അവരെ പുന്നാരിച്ചോ. ഞാൻ ഈ പിള്ളേരെ കൊണ്ട് തോറ്റു. എന്റെ സലോമി താത്തി, മൂത്ത മോന്റെ കുട്ടികളെ കൊണ്ട് നിങ്ങൾ ഇപ്പോഴേ തോറ്റെങ്കില് നാളെ കെട്ടാൻ പോകുന്നവന്റെ കുട്ടികൾ കൂടി വന്നു കഴിയുമ്പോ എന്തായിരിക്കും സ്ഥിതി? ലയ, കുറെ മക്കളുള്ളത് അനുഗ്രഹമാടോ. സങ്കീർത്തകൻ പറയുന്നില്ലേ, മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്, അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. നഗര കവാടത്തിൽ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരില്ല. എന്നിട്ടെന്താ, മേരിയുടെ അവനാഴിയിൽ ഒറ്റമ്പല്ലേ ഉള്ളൂ. ഉള്ള ഒരാളാണെങ്കിൽ കല്യാണം ഒന്നുമില്ലാതെ ആ കടപ്പുറത്ത് ചുറ്റി നടക്കുന്നുണ്ട്. ഞാനും അത് കേട്ടു മേരി. ജോസഫിന്റെ മരണശേഷം അവൻ എന്ത് നന്നായിട്ടാ കുടുംബം നോക്കിയേ. ഇപ്പൊ അവൻ എന്താ പറ്റിയേ? അവൻ വല്ലപ്പോഴും വീട്ടിൽ വരാറുണ്ടോ? എന്റെ മോൻ കല്യാണം വിളിക്കാൻ ചെന്നപ്പോ നിന്റെ മോൻ കടപ്പുറത്തെ പിള്ളേരുമായിട്ട് കമ്പനി അടിച്ച് നടക്കായിരുന്നു. അതത്ര നല്ല കൂട്ടല്ലെന്നാ മോൻ പറഞ്ഞേ. അവന് കുറേ സ്വപ്നങ്ങളുണ്ടോ. കുറച്ചൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പലതും എനിക്ക് മനസ്സിലാവാറില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, അവന്റെ സ്വപ്നങ്ങൾക്ക് ഒരു ശരിയുണ്ട്. ആ ശരി ഈ നാട്ടുകാർക്ക് എന്ത് മനസ്സിലാവാനാണ്? എല്ലാറ്റിനും ഒരു സമയമുണ്ട്. എന്താ ജോഷുവ? അതെ, ഒരു കാര്യമുണ്ട്. ആ പറഞ്ഞോ. അത് പിന്നെ ഇവരൊക്കെ നമ്മുടെ വീട്ടുകാരല്ലേ. ഇവിടെ എന്ത് രഹസ്യം? നീ പറയേ. അതെ, വീണിന്റെ കാര്യം പറയാനാണ്. ഒരു കൽബനയുടെ പകുതിയെ ഇനി വീണുള്ളൂ. ദൈവമേ,
നാളെ ഇവിടെ വിരുന്നുകാരെ കൊണ്ട് നിറയും. അരഭരണി വീഞ്ഞ് എന്താകാനാ? നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും അന്വേഷിച്ചു, ഒരിടത്തും കിട്ടാനില്ല. ഗനശ്രത്തിലേക്ക് ആളയച്ചിട്ടുണ്ട്, പക്ഷേ ഇത്ര ദൂരം പോയി ഇനി എപ്പോ തിരിച്ചെത്താനാ? അവിടുത്തെ വൈൻ കിട്ടിയിട്ട് എന്താ കാര്യം? നമ്മുടെ കാനായിലെ വൈനല്ലേ ബെസ്റ്റ്. അത് കുടിക്കാനാ എല്ലാവരും വരുന്നേ. നാണക്കേടായല്ല. യഹോവേ, ഇതെന്തൊരു പരീക്ഷണമാണ്. ഈ വിധവയുടെ കണ്ണീര് നീ കാണുന്നില്ലേ? സലോമി എന്തിനാ വിഷമിക്കുന്നേ? സെറപ്തായിലെ വിധവയുടെ അടുത്തേക്ക് ദൈവം ഒരു ഏലിയായി അയച്ചില്ലേ? കലത്തിലെ മാവും കുടത്തിലെ എണ്ണയും പിന്നെ ഒരിക്കലും തീർന്നു പോയില്ലല്ലോ. അതുപോലെ ഈ വീട്ടിലും വീഞ്ഞൊരിക്കലും തീർന്നു പോവില്ല. നാളെ കല്യാണത്തിന് എന്റെ മോനും കൂട്ടുകാരും വരുന്നില്ലേ? എല്ലാം ശരിയാകും. അതെ, ഇവിടെ എത്ര കൽഭരണികളുണ്ട്? 6 അത് ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറക്കാനുള്ളതാ. അത് കഴുകി വൃത്തിയാക്കി വെച്ചോ. പിന്നെ വെള്ളം നിറയ്ക്കണ്ട. ഇതാരോടും പറയണ്ട. അത്ഭുതത്തിന് മുമ്പേ അത്ഭുതങ്ങൾ, അല്ലെങ്കിൽ ഓരോ വീട്ടിലെയും കുറവുകൾ കാണാനുള്ളൊരു വല്ലാത്തൊരു മനസ്സും ഹൃദയവും നമ്മുടെ മറിയത്തിനുണ്ടെന്ന് കാണിക്കുന്നൊരു കഥയാണ്. നമുക്കറിയാം, മറിയത്തിൻ്റെ മാധ്യസ്ഥം, മറിയം അത്രമേൽ ഇടപെടും എന്നുള്ളതാണ്. ഏറ്റവും തിരക്കുള്ള ആളെന്ന് വെച്ചാൽ മറിയം തന്നെയായിരിക്കും. നമുക്കൊക്കെ എന്തും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മറിയം. അടുത്തായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ഓ സാങ്ക്തിസിമ, ഓ മോസ്റ്റ് ഹോളി എന്ന് പറഞ്ഞ പാട്ടാണ്. ഇത് ശരിക്കും മാതാവിനോടുള്ള ഒരു പ്രാർത്ഥനയാണ്. 1792 സിസിലിയിൽ എഴുതപ്പെട്ടതാണ്. സിസിലിയൻ മറൈനിസം എന്നാണ് ഇത് അറിയപ്പെടുക. ഈ പാട്ട് കേൾക്കുമ്പോൾ ഇതിൻ്റെ ട്യൂൺ കേൾക്കുമ്പോൾ നമുക്ക് പരിചയമായ ഒരു ട്യൂണാണ്. കാരണം അമേരിക്കൻ സിവിൽ റൈറ്റ് ആന്തം എന്നറിയപ്പെടുന്ന വി ഷാൽ ഓവർകം എന്ന പാട്ട്, അത് ഈ പാട്ടിൽ നിന്ന്, ഈ സാങ്ക്തിസിമ എന്ന പാട്ടിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ആദ്യത്തെ പാട്ട് ഭാഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓ സാങ്ക്തിസിമ എന്നുള്ള പാട്ട് കേൾക്കാം. Maria.
എനിക്ക് അടുത്ത പാട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്. അത് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാകാനുള്ള കാരണം ഏറ്റവും ആദ്യം പഠിച്ച ലാറ്റിൻ പാട്ടാണ്. അത് സാൽവെ റീജിയ എന്ന പാട്ട് ഏറ്റവും ആദ്യം പഠിച്ച പാട്ടാണ്. കാണപ്പാടം അറിയാവുന്ന ഒറ്റ പാട്ട് അത് തന്നെയാണ്. ലാറ്റിൻ വേണ്ടി കുറേ പാട്ടുകൾ പാടുന്നുണ്ടെങ്കിലും എനിക്ക് ബൈഹാർട്ട് അറിയാവുന്നൊരു പാട്ടാണ് സാൽവെ റീജീന. ഈ അച്ഛന്മാരുടെ ഫ്യൂണറൽ മാസിൻ്റെ ലാസ്റ്റ് പാട്ടായിട്ട് ചിലയിടങ്ങളിൽ, നമ്മുടെ നാട്ടിൽ ചെയ്യാറില്ല, ചിലയിടങ്ങളിൽ ചില നാടുകളിലൊക്കെ അവർ പാടാറുണ്ടെന്ന് പറയാം. കാരണം ഇതിൻ്റെ വരികളാണ്. പരിശുദ്ധ രാജ്ഞി കരുണയുടെ മാതാവ് സ്വസ്തി എന്ന് നമ്മൾ ജവന്മാരുടെ അവസാനം ചെല്ലുന്നൊരു പ്രാർത്ഥനയാണിത്. അതിൽ വരികളിങ്ങനെയാണ്: ഞങ്ങളുടെ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഫലമായി ഈശോയെ ഞങ്ങൾ കാണിച്ചു തരണമെന്ന പ്രാർത്ഥന. ശരിക്കും ഒരു വൈദികൻ മരിച്ചു കഴിയുമ്പോൾ ചെല്ലേണ്ട ഏറ്റവും മനോഹര പ്രാർത്ഥനയായിട്ട് എനിക്ക് തോന്നി. കാരണം ഞങ്ങളുടെ മരണശേഷം ഈ പ്രവാസത്തിന്, ഈ ലോകത്തിൻ്റെ ഈ പ്രവാസത്തിന് ശേഷം ഉദരഫലമായി ഈശോയെ ഞങ്ങൾ കാണിച്ചു തരണം എന്നുള്ള പ്രാർത്ഥന. വളരെ മനോഹരമായ, നമുക്കൊക്കെ അറിയാവുന്ന ഈ പാട്ട് നമുക്ക് കേൾക്കാം. സാൽവെ റീജീന. ഒരു കാഴ്ചയാണ്. ഈശോയ്ക്ക് വട്ടാണെന്ന് പറഞ്ഞ് ഈശോനെ പിടിക്കാൻ വേണ്ടി ഈശോയുടെ ബന്ധുക്കൾ വരുന്നത്. പക്ഷെ ആ കൂട്ടത്തിൽ ഈശോയുടെ അമ്മ ഉണ്ടായിരുന്നു എന്നാണ് പറയാം മാർക്കോസ്. ഈശോയുടെ അമ്മ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അമ്മ എങ്ങനെ ആ കൂട്ടത്തിൽ വന്നു എന്നുള്ളത്. കാരണം സ്വന്തം മകനെക്കുറിച്ച് അമ്മയ്ക്ക് നന്നായി അറിയാമല്ലോ. പിന്നെ എന്തുകൊണ്ട് ആ കൂട്ടത്തിൽ അമ്മ വന്നു? ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കണ്ടെത്തലാണ് അടുത്ത കഥ. നസ്രത്തിലെ വട്ടൻ എന്ന കഥയിലേക്ക് കാണാം. ഇത്ര നേരമായി. ആളുകൾ പറഞ്ഞതേ രാവിലെ തുടങ്ങിയ പ്രസംഗമാണെന്നാ. ഇന്നിനി കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടാ. എത്ര കാത്തിരുന്നാലും വേണ്ടില്ല, ഇന്ന് അവനെയും കൊണ്ടേ വീട്ടിൽ പോകുന്നുള്ളൂ. അവനെന്തെങ്കിലും കഴിച്ചോ ആവോ? എവിടെ കഴിക്കാൻ? അവൻ അപ്പം ഉണ്ടാക്കി കണ്ട നാട്ടുകാരെ മുഴുവൻ തീറ്റിച്ച് നടക്കല്ലേ. മേരി, നീ അവന്റെ കോലം കണ്ടായിരുന്നോ? കഷ്ടം. അങ്കിളേ, അത് നല്ല കാര്യമല്ലേ? വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നതും കണ്ണുപൊട്ടനെ കാഴ്ച നൽകുന്നതും എല്ലാം നല്ല കാര്യങ്ങളാണ്. പക്ഷെ ആദ്യം സ്വന്തം കുടുംബം നോക്കണം. അവന്റെ ഈ അമ്മ ഒറ്റക്കല്ലേ? അവന്റെ അപ്പൻ എത്ര നന്നായി കൊണ്ടുപോയിരുന്ന കടയാണ്, അത് പൂട്ടിയില്ലേ? അപ്പനും മോനും നിന്ന് തിരിയാൻ പറ്റാത്ത അത്രയും പണിയുണ്ടായിരുന്നു. ഒരു ദിവസം
അതെല്ലാം വേണ്ടാന്ന് വെച്ച് മരുഭൂമി പോയി പട്ടിണി കിടന്നു. പിന്നെ കടപ്പുറത്ത് അലഞ്ഞു തിരിഞ്ഞു നടന്നു. വേറെ കുറെ മണ്ടന്മാര് വീടും പണി ഉപേക്ഷിച്ച് അവന്റെ കൂടെ കൂടിയിട്ടുണ്ട്. ഇനി അവരുടെ വീട്ടുകാരുടെ കൂടി തന്നെ കേൾക്കണമല്ല. എടോ റൂബൻ, സമാധാനപ്പെട്. മേരി, നീ ഇതൊന്നും കണ്ട് വിഷമിക്കണ്ട. ഈ നാട്ടുകാർ മുഴുവൻ ഇവനോടാണ് എല്ലാം വന്ന് ചോദിക്കുന്നേ. അതിൻ്റെ എണ്ണോട് ഈശ്വര കാരണം കുറെ പേർക്ക് ആശ്വാസം കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്രയും പേര് അവനെ കാണാൻ തടിച്ചുകൂടോ? പക്ഷെ എന്റെ വിഷയം അതല്ല. ഈശോ എന്തിനാണ് ഈ ഫരിസേയരുടെ പുരോഹിതരുടെ കാര്യത്തിൽ ഇടപെടുന്നത്? ഈ കഴിഞ്ഞ ദിവസം ദേവാലയത്തിൽ പോയി കച്ചവടക്കാരെ മുഴുവൻ തല്ലി ഓടിച്ച്. ഉപവാസം വേണ്ട, സാപത്ത് വേണ്ട, ശുദ്ധീകരണം വേണ്ട. എന്ത് പൊട്ടത്തരങ്ങളല്ല അവൻ പഠിപ്പിക്കുന്നത്. നൂറ്റാണ്ടുകളായിട്ടുള്ള പാരമ്പര്യങ്ങളല്ലേ പള്ളിക്കാർ വെറുത്തിരിക്കോ? പള്ളിക്കാരെ മാത്രമല്ല, രാജാവിനെയും വെറുപ്പിച്ചു. രാജാവിനെ കുറുക്കനെന്നാ വിളിച്ചേ. തല പോണ കേസല്ലേ. നമ്മുടെ യോഹന്നാൻ, അവൻ എന്തിനാ രാജാവിനെ വെല്ലുവിളിച്ചേ? അവന്റെ തല പോയില്ലേ? ആ ചോരമണ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. നമ്മുടെ കുടുംബത്തിന് ഇത് എന്താ പറ്റിയേ? ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അമ്മേ, സുഖമാണോ? യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു മോനെ. മകളെ, നിങ്ങൾ സുഖായിരിക്കുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം അവിടെ നിൽക്കട്ടെ. ജോണെ, പോയ കാര്യം എന്തായി? അമ്മേ, അത് ഇന്ന് കുറേ അധികം രോഗികൾ വന്നിട്ടുണ്ട്. പലരും വളരെ ദൂരത്തു നിന്നാണ്. അപ്പോൾ ഈ തിരക്കിനിടയിൽ ഈശോയുടെ അടുത്ത്. ജോണെ, എന്തിനെ വളച്ചിട്ട് പറയുന്നേ? ഇത് നമ്മുടെ അമ്മയല്ലേ. അമ്മേ, ഞങ്ങൾ ഈശോനെ കണ്ടു. അമ്മ വന്ന കാര്യവും പറഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞത്, ഏത് അമ്മയും സഹോദരങ്ങളും എൻ്റെ മുമ്പിലിരിക്കുന്നവരില്ലേ, ഇവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും. രാവിലെ മുതൽ ഇവരിവിടെ ഇരുന്ന് വചനം കേൾക്കുകയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരാണോ അവരെല്ലാം എൻ്റെ അമ്മയും സഹോദരങ്ങളെന്നാണ് ഈശോ പറഞ്ഞത്. എല്ലാവർക്കും സന്തോഷമായില്ലേ? അവനിപ്പോ സ്വന്തം അമ്മയെ പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. വട്ടാണ് അവന്, വട്ട്. ഇപ്പൊ എനിക്ക് മനസ്സിലായ, നാട്ടുകാർ വെറുതെ അല്ല പറയുന്നത്. ഇത് കാണിച്ചു തരാനാണ് മേരിയെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. തൃപ്തിയായില്ലേ? റൂബ, ഇത്ര ദേഷ്യപ്പെടാൻ ഇവിടെ എന്താ സംഭവിച്ചേ? എന്റെ മോൻ പറഞ്ഞത് ശരിയല്ലേ? എന്റെ അപ്പനും അമ്മയും എന്നെ ദേവാലയത്തിൽ കൊണ്ടുപോയി ആക്കുമ്പോൾ എനിക്ക് 5 വയസ്സേ ഉള്ളൂ. അന്ന് അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കുറേ കരഞ്ഞു. മോളെ, ഇത് നീ ജനിക്കാൻ വേണ്ടി ദൈവത്തിന് കൊടുത്ത പ്രോമിസാണ്. ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. ഞാൻ ആ രാത്രി ഉറങ്ങിയില്ല, കുറേ കരഞ്ഞു. പിറ്റേന്ന് ഗുരു ശിമയോൻ പറഞ്ഞു, മോളെ, നിന്റെ കണ്ണീര് ദൈവത്തിന് ഇഷ്ടമല്ല. പിന്നെ ഞാൻ കരഞ്ഞിട്ടില്ല. അങ്ങനെ എൻ്റെ കുട്ടിക്കാലം മുഴുവൻ ദൈവത്തിന്റെ ഇഷ്ടമായി. പിന്നെ എൻ്റെ യൗവനം അതും മാലാഖ കൊണ്ടുവന്ന ദൈവത്തിന്റെ ഇഷ്ടത്തിന് കൊടുത്തു. 9 മാസമാണ് ദൈവത്തിന്റെ ഇഷ്ടം ഞാൻ ഈ വയറ്റിൽ കൊണ്ടു നടന്നത്, പ്രസവിച്ചത്, വളർത്തിക്കൊണ്ടുവന്നത്. ആ ഇഷ്ടമാ അകത്തിരിക്കുന്നത്. ലോകം മുഴുവൻ കാണേണ്ട വെട്ടത്തെ എന്റെ കൊച്ചു കൂരയിൽ ഒതുക്കാൻ ഞാൻ അത്ര ചെറുതായി പോയിട്ടില്ല. നസ്രത്തിലെ ഈ വട്ടന്റെ പേരിലായിരിക്കും ഈ അമ്മ അറിയപ്പെടാൻ പോകുന്നത്. ജെസേ, ആ കുട്ടിയെടുത്തേ. ജോണേ, വീട്ടിലുണ്ടാക്കിയതാ. എല്ലാവർക്കും ഉള്ളതുകൊണ്ട് മറക്കാതെ കഴിക്കണേ. ഇതെന്റെ മോന് കൊടുത്തേക്കണേ.
ദൈവത്തിൻ്റെ ഇഷ്ടം ഇത്രമേൽ മനസ്സിലാക്കുന്ന വേറെ ആരും തന്നെ ബൈബിളിൽ ഉണ്ടാവില്ല. സ്താബത്ത് മാത്തർ ഡോളറൂസ എന്ന് പറഞ്ഞ ഒരു വിലാപ കാവ്യമുണ്ട്. ആ പാട്ടിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അത് എഴുതിയ ആളുടെ ഒരു ബ്യൂട്ടി കൂടിയുണ്ട്. അത് ജക്കോപ്പോ ദെയ് ബെനഡിറ്റി എന്ന് പറഞ്ഞ ഒരാളാണ് എഴുതിയത്. അദ്ദേഹം ഒരു ലോയറായിരുന്നു, വളരെ ഫേമസ് ആയിട്ടുള്ള ലോയറായിരുന്നു, വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ആളായിരുന്നു, പൈസയ്ക്ക് പിന്നാലെയായിരുന്നു ആൾ ഓടിയിരുന്നത്. പിന്നീട് അദ്ദേഹം കല്യാണം കഴിച്ചപ്പോൾ കയറി വന്ന പെണ്ണെന്ന് പറയാൻ വളരെ റിലീജിയസ് ആയിട്ടുള്ള ദൈവത്തോട് സ്നേഹമുള്ളൊരു പെൺകുട്ടിയായിരുന്നു. അവൾ ഈ ഹസ്ബൻഡിൻ്റെ പോക്ക് അത് മാറാൻ വേണ്ടി അവൾ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. അധികം നാൾ കഴിഞ്ഞില്ല, ഇവർ ഒരു മത്സരം കാണാൻ വേണ്ടി ഒരു സ്റ്റേഡിയത്തിലിരിക്കുമ്പോൾ ഗാലറി തകർന്ന് ഭാര്യ ഇയാളുടെ മുന്നിൽ വെച്ച് മരിക്കുന്നുണ്ട്. ആ സമയത്ത് ആൾ തിരിച്ചറിയുന്നുണ്ട് ഭാര്യ ഒരു എയർ ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത്. ഷർട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ പണ്ട് കാലത്തൊക്കെ സ്വയം ശരീരം പീഡിപ്പിക്കാൻ വേണ്ടി ചെയ്തിരുന്ന കാര്യമാണ്. അവർ പരുപരുത്ത വസ്ത്രങ്ങൾ അവരുടെ ഇൻസൈഡ് വസ്ത്രമായിട്ട് ധരിക്കുമായിരുന്നു. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുന്നത് ഭാര്യ എത്രമാത്രം താൻ നന്നാവാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, അല്ലെങ്കിൽ എന്തുമാത്രം പെനൻസ് ചെയ്തിരുന്നു മനസ്സിലായി. ഇത് ഈ മനുഷ്യൻ്റെ ജീവിതം മാറ്റിക്കളയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജോലി ഉപേക്ഷിച്ചൊരു സന്യാസിയാണ്. അയാൾ വഴിയിൽ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ്, ഒരു പ്രാന്തനെ പോലെ നടക്കുക. ചില സമയത്ത് ഇദ്ദേഹം ഈ കഴുതയുടെ പുറത്ത് കഴുതയെ പോലെ നടക്കും. ശരീരത്തിൻ്റെ മുകളിൽ 4 കാലം നടന്നിട്ട് മുകളിൽ ഇങ്ങനെ ജീനിയൊക്കെ ഇട്ട് ബാണ്ടൊക്കെ വെച്ചിട്ട് ഈ മനുഷ്യൻ പബ്ലിക് പ്ലേസസിൽ ഇങ്ങനെ നടക്കുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് വട്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ വിളിച്ച പേരാണ് ജാക്ക് പോണി. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ജാക്ക് പോണി എന്നാണ്. പോണി നമുക്കറിയാം, കോവർ കഴുത. ജാക്ക് പോണി എന്നാണ് അദ്ദേഹം അറിയപ്പെടുക. 10 വർഷം ഈ മനുഷ്യൻ അങ്ങനെ ജീവിച്ചു. അതിനുശേഷം ഇദ്ദേഹം ഫ്രാൻസിസ്കൻ സഭയിൽ ചേരാൻ വേണ്ടി ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിന് അത്ര നല്ല പേരില്ല, റെപ്യൂട്ടേഷൻ ഇല്ലാത്തതുകൊണ്ട് അവരെടുത്തില്ല. പിന്നീട് അദ്ദേഹം ഒരു കവിത എഴുതി, വളരെ മനോഹരമായ ഒരു കവിത എഴുതി. ആ കവിത ഇഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹത്തെ പിന്നീട് ഫ്രാൻസിസ്കൻ ബ്രദറായിട്ട്, ലേ ബ്രദറായിട്ട് അവർ സ്വീകരിക്കുന്നത്. അങ്ങനെ സുന്ദരമായൊരു ഒരു കഥ ഇതിൻ്റെ പിന്നിലുണ്ട്. സ്താബത്ത് മാത്തർ എന്ന പാട്ട് ഇപ്പോൾ നമുക്ക് കേൾക്കാം. Sa
യോഹന്നാന്റെ ഗോസ്പലിൽ നമ്മൾ കാണുന്നു, മറിയം കുരിശിന്റെ ചൂട്ടിൽ നിന്നു എന്ന് പറയാം. ഈ പാട്ടിന്റെ ആദ്യത്തെ വരി അങ്ങനെ തന്നെയാണ്. ആദ്യത്തെ കുറേ സ്റ്റാൻസുകൾ മറിയത്തിന്റെ കണ്ണീരിനെ കുറിച്ചാണ് പറയുന്നത്. അവസാനത്തെ 3 സ്റ്റാൻസിലെത്തുമ്പോൾ പറയുന്നത്, അന്ത്യവിധി നാളിൽ മറിയമേ നീ ഞങ്ങളെ ഡിഫെൻഡ് ചെയ്യണം, ഞങ്ങളെ വിജയത്തിലെത്തിക്കണം, ഞങ്ങളെ പറുദീസയിലെത്തിക്കണം എന്നുള്ള മനോഹരമായ പ്രാർത്ഥനയാണ് ഈ സ്ഥാപത് മാത്രം നമ്മൾ കണ്ടത്. വ്യാകുല മാതാവിനെ നമ്മൾ കാണുമ്പോൾ പിയത്തെയാണ് നമുക്ക് മനസ്സിലേക്ക് വരുന്നത്, മൈക്കിൾ ആഞ്ചലോയുടെ. ആ രൂപത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മറിയ അതിന് വളരെ യങ്ങാണ്. മറിയത്തിന് മുഖത്തൊരു സങ്കടം നമ്മൾ കാണുന്നില്ല, ഒരു ചെറിയൊരു ഗൂഢമായ പുഞ്ചിരി ഉണ്ടെന്ന് പറയാം. എന്തുകൊണ്ടാണ് മറിയത്തിന് ഒരു 33 വയസ്സുള്ള മകൻ്റെ അമ്മയാണ് അതിൻ്റെ അകത്ത് മറിയുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ഈശോയുടെ ശരീരത്തിൽ ഇങ്ങനെ അധികം മുറിവുകളൊന്നുമില്ല. അങ്ങനെയാണ് പിയാത്ത ചെയ്തിട്ടുള്ളത്. ഈ പിയാത്തൊക്കെ ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ഉള്ളത് ഒരു സങ്കടത്തിൻ്റെ തകർച്ചയുടെ കണ്ണുനീരിൻ്റെ ഒന്നുമല്ല, വളരെ ഒരു പ്രത്യാശയുടെ രൂപമായിട്ടാണ് കാണുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് അടക്കുന്നത് വരെ ആ വീട്ടിൽ ആരും ഭക്ഷണം കഴിക്കാറില്ല. വൈകുന്നേരം കഴിയുമ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ പാചകം ചെയ്ത ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നതിന് പക്ഷിണിക്കഞ്ഞി എന്ന് നമ്മൾ പറയാം. ഇവിടെ നമ്മൾ ഇനി കാണാൻ പോകുന്ന അവസാന കാഴ്ച എന്ന് പറയുന്നത് അത് സെഗ്യൂൻ ഊട്ടുശാലയിലെ പക്ഷിണിക്കഞ്ഞിയാണ്. നമുക്ക് കാണാം. തോമസേ, ഇതാരായിരിക്കും? പേടിക്കണ്ട,
ഇത് അമ്മയാണ്. അമ്മയോ? നിങ്ങളെന്താ ഇരുട്ടത്തിരിക്കുന്നേ? ജോണേ, ആ വിളക്കെല്ലാം തെളിച്ചേ. മക്കളെ, നിങ്ങൾ വല്ലതും കഴിച്ചോ? പീറ്ററെ, നീ ഇങ്ങനെ തളർന്നു പോയാൽ എന്ത് ചെയ്യും? നീയല്ലേ ഇവരെ ശക്തിപ്പെടുത്തേണ്ടത്. ഞാൻ തോറ്റുപോയമ്മേ. മരിക്കേണ്ടി വന്നാലും നിന്നെ ഞാൻ തള്ളിപ്പറയില്ല. എന്ത് അഹങ്കാരത്തോടെയാണ് ഞാനത് പറഞ്ഞ്. എന്നിട്ടൊരു വേലക്കാര പെണ്ണിന്റെ മുൻപിൽ ഞാൻ വീണുപോയമ്മേ. ആരാടോ വീഴാതെ? ഈശോ എന്തിനാ ധൂർത്തപുത്രന്റെ കഥ പറഞ്ഞേ? നീ എന്തൊക്കെ ചെയ്താലും സാരമില്ല, വീട്ടിലേക്ക് തിരിച്ചു വാ എന്ന് പറയാനല്ലേ. എടോ, തന്നെ പാറയെന്ന ഈശോ വിളിച്ച്. ഇങ്ങനെ പതറല്ലേ? ഞാനും പതറിപ്പോയമ്മേ. ലാസർ സുഖമില്ലാതെ കിടപ്പിലാണെന്നറിഞ്ഞപ്പോ ഈശോ അവനെ കാണാൻ ആഗ്രഹിച്ചു. അപ്പോ ഇവരെല്ലാവരും പറഞ്ഞതാ, ഇപ്പോ അങ്ങോട്ടേക്ക് പോകണ്ട, ഈശോയുടെ ജീവന് ഭീഷണി ഉണ്ടെന്ന്. പക്ഷെ ഞാൻ ഹീറോയിസം കാണിച്ചു. വാ, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോ അവൻ മാത്രം അവൻ മാത്രം എന്റെ പൊട്ടബുദ്ധിയും ഓവർ കോൺഫിഡൻസുമാണ് ഈശോയെ കൊന്നത്. അങ്ങോട്ട് പോകേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. തോമസിന് കേൾക്കണോ? ഈശോ ജനിച്ചപ്പോ അവനെ കാണാൻ 3 ജ്ഞാനികൾ വന്നിരുന്നു. അവരിൽ ഒരാൾ കൊണ്ടുവന്ന സമ്മാനം എന്താണെന്നറിയോ? മീറ. ഒരു കുഞ്ഞിന്റെ പിള്ളക്കച്ചയിൽ ആരെങ്കിലും മീറ ഇടോ? അത് ശവക്കച്ചയിൽ പൊതിയാനുള്ളതല്ലേ. ജനിച്ചപ്പോ തന്നെ മരണത്തിന്റെ സമ്മാനം കിട്ടിയവനാ എന്റെ മോൻ. കുരിശവന്റെ കൂടപ്പിറപ്പാടോ? അത് നിങ്ങളുടെ ആരുടെയും തെറ്റല്ല, ദൈവത്തിന്റെ ശരിയാണ്. എന്നാലും ഈശോ നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചു കളഞ്ഞു. പലതവണ ഈശോ പറഞ്ഞതായിരുന്നു അറസ്റ്റും പീഡനവും ഒക്കെ ഉണ്ടാവുമെന്ന്. പക്ഷെ മരണം എങ്ങനെ കണക്കൂട്ടി നോക്കിയിട്ടും ടാലി ആവുന്നില്ല. മാത്യു, എന്റെ മോന് കണക്കറിയാത്തത് കൊണ്ടല്ലേ നിന്നെ കൂട്ടത്തിൽ ചേർത്തത്. എന്തെങ്കിലും അവന്റെ കണക്ക് ശരിയായിട്ടുണ്ടോ? കാനായിലെ വിരുന്നിന് 600 ലിറ്റർ വൈനാണ് ഉണ്ടാക്കിയത്. ആ നാട്ടുകാർ 1 മാസം മുഴുവനും കുടിച്ചിട്ട് അത് തീർന്നില്ല. അപ്പം വർദ്ധിപ്പിച്ചപ്പോ 12 കൊട്ട ബാക്കി വന്നില്ലേ? 1 മണിക്കൂർ പണിയെടുത്തവനും 10 മണിക്കൂർ പണിയെടുത്തവനും ഒരേ കൂലി കൊടുക്കാനല്ലേ അവൻ പഠിപ്പിച്ചേ. നമ്മൾ നോക്കുമ്പം പലതിനും ലോജിക്കില്ലടോ. പക്ഷേ അതാണ് ദൈവരാജ്യത്തിന്റെ ലോജിക്ക്. ദൈവരാജ്യത്തിൽ മുൻകൂട്ടി സീറ്റ് റിസർവ് ചെയ്ത ആളാണ് ഞാൻ അത്ര അംബീഷ്യസ് ആണ്. അന്ന് ഈശോ ചോദിച്ചതാണ് ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ നിന്ന് കുടിക്കാൻ പറ്റുമോ എന്ന്. പാനപാത്രമല്ലേ കുടിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ആ പാനപാത്രം മരണമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അവനില്ലാത്ത ഭൂമിയിൽ ഞങ്ങൾ എന്തിനാ? എല്ലാം തീർന്നില്ലേ? ഈ സംഭവം ഇതിനു മുൻപ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഈശോയ്ക്ക് അന്ന് 12 വയസ്സ്.
ജെറുസലേം ദേവാലയത്തിലേക്കൊരു യാത്ര നടത്തി. അന്ന് ജോസഫുണ്ട്. കസിൻസും അയൽവാസികളും ഒക്കെ ചേർന്ന് വലിയൊരു സംഘം. ദേവാലയത്തിൽ ഞങ്ങൾ 2 ദിവസം ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, ദേവാലയത്തിലേക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ വഴിയാണല്ലോ. തിരിച്ചു വരുമ്പോ 2 വഴിക്കാ വന്നത്. പൊതുവഴിയിലെത്തിയപ്പോഴാ മനസ്സിലായേ, ഈശോയെ കാണാനില്ല. പിന്നെ നെഞ്ചി പിടഞ്ഞൊരു ഓട്ടമാണ്. അപ്പനും ഞാനും കൂടി തിന്നു തീർത്ത തീക്ക് കണക്കില്ല. 3-ാമത്തെ ദിവസം അവനെ കണ്ടുകെട്ടി. അവന് ഞാൻ നന്നായി വഴക്ക് പറഞ്ഞു. അന്ന് അവൻ തന്നൊരു പ്രോമിസ് ഉണ്ട്, ഇനി ഞങ്ങളെ വിട്ടുപോവില്ലെന്ന്. മക്കളെ, എന്റെ മോന് 3 ദിവസത്തിൽ കൂടുതൽ മാറി നിൽക്കാൻ പറ്റില്ല. അവൻ തിരിച്ചു വരും. ഒന്നും തീർന്നിട്ടില്ല, തുടങ്ങാൻ പോകുന്നേയുള്ളൂ. അപ്പം നമ്മുടെ പരിപാടി തീരാറായി. ഇനിയൊരു പാട്ടും കൂടിയേ ഉള്ളൂ. അതിനു മുമ്പ് നമ്മുടെ കൂടെ അഭിമന്യ അലക്സ് പിതാവുണ്ട്. കണ്ണൂരിൽ നിന്ന് ഇത്ര ദൂരം ഇത്ര സമയം നമ്മുടെ കൂടെ ഇരുന്ന് ഒരുപാട് നന്ദിയുണ്ട്. ഈ സെയിൻറ്റ് ആൻ്റണി സ്ക്വയറിൻ്റെ ലാറ്റിൻ കൊയറിൻ്റെ പനങ്ങാടുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് ശരിക്കും പറഞ്ഞാൽ അലക്സ് പിതാവ്. അലക്സ് പിതാവിൻ്റെ പ്രചോദനം വളരെ ശക്തമാണെന്നൊരു പറയാം. അപ്പോൾ അലക്സ് പിതാവിൻ്റെ സാന്നിധ്യം ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. ഞാൻ പിതാവിന് പറഞ്ഞിട്ടില്ല, പിതാവ് ഒന്ന് ഒരു ആശംസ പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കും, വളരെ സന്തോഷമായിരിക്കും. വെൽക്കം പിതാവ്. പ്രിയമുള്ളവരെ, എത്രയോ ഹൃദ്യമായ ഒരു സായാഹ്നം, പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്തെ അർത്ഥപൂർണമായ ഒരു പ്രാർത്ഥനയിലാണ് നാം. പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ മടിത്തട്ടിൽ ഈ ഒരു സ്വർഗീയ സാന്ത്വനം സംഗീതത്തിലൂടെ നാം വിശുദ്ധ ഗ്രന്ഥത്തിലൊന്നും വായിച്ചു കേൾക്കാത്ത ചില ഏടുകളിലൂടെ നമ്മുടെ ഈ പ്രാർത്ഥന പുരോഗമിക്കുകയാണ്. ഞാനിവിടെ ആയിരിക്കുന്നത് ഒരു സ്വകാര്യ അഭിമാനമുണ്ട്, അതോടൊപ്പം തന്നെ ഒരു സ്വകാര്യവുമുണ്ട്. സ്വകാര്യം ഇതിൻ്റെ എല്ലാറ്റിനും നേതൃത്വം കൊടുത്ത കപ്പിസ്റ്റൻ അച്ഛൻ തന്നെയാണ്. അച്ഛൻ്റെ അനുദിന സുവിശേഷ പ്രഭാഷണം ഞാൻ ഏകദേശം എല്ലാ ദിവസവും മുടങ്ങാതെ കേൾക്കാറുണ്ട്. അതിൻ്റെ ടൈറ്റിലാണ് സ്വകാര്യം. അമ്മമരവും ഐ ബിലീവ്, ഒരു ചുവന്ന കച്ചയുടെ കഥ, ഇത് രണ്ടും നമ്മുടെ മനസ്സുകളിലുണ്ട്. അതുകൊണ്ടാണ് കാൻറ്റിക്ക മരിയാനയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അത് കപ്പിസ്റ്റാനച്ചൻ്റെ നേതൃത്വത്തിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും ഇവിടെ ആയിരിക്കണം. കപ്പിസ്റ്റാനച്ചനാണ് നമ്മുടെ ആ സ്വകാര്യം. അച്ഛന് ആത്മാർത്ഥമായി നന്ദിയും അഭിനന്ദനവും അറിയിക്കുന്നു. സ്വകാര്യ അഭിമാനമെന്ന് പറയാൻ കാരണം പനങ്ങാട് സെയിൻറ്റ് ആൻ്റണീസ് ലാറ്റിൻ കൊയറാണ്. ഇതിന് ഈ ഗാനങ്ങൾ പ്രത്യേകിച്ച് ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ഒരു
സംഗീത പൈതൃകം വീണ്ടും നമ്മുടെ മനസ്സുകളിലേക്ക്, ഹൃദയങ്ങളിലേക്ക്, ആ ഹൃദയങ്ങളെ ഉയർത്താൻ, മനസ്സിനെ അനുഗ്രഹിക്കാൻ, കുളിർമയേകാൻ വേണ്ടി അവർ പരിശ്രമിക്കുന്നത്. ശ്രീ ജോസഫ് തേങ്കുഴി ഈ ഒരു ഗ്രിഗോറിയൻ സംഗീതത്തിൻ്റെ ആ സമ്പന്നത അടുത്ത തലമുറയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രയാസങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ടാണ് പനങ്ങാട് വരെ യാത്ര ചെയ്ത് ഈ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇടവകക്കാർക്ക് വേണ്ടി ഇങ്ങനെ ഈ ഒരു പൈതൃകം പകർന്നു കൊടുക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ സൈമൺ കുമ്പയിൽ, അദ്ദേഹത്തോടൊപ്പം എപ്പോഴും ജീവിതയാത്രയിൽ സഹധർമ്മിണി എന്ന് മാത്രമല്ല, ഈ സംഗീത സബരിയിലും കൂടെയുള്ള എമിലി ചേച്ചിയുമുണ്ട് കൂടെ പാടുവാൻ. അതോടൊപ്പം തന്നെ അവിടെയുള്ള ഈ സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാവരെയും എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരാണ്. കാരണം ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് ചിരിച്ച് വളർന്നവരാണ്. വിൻസെൻ്റ് പെരിഞ്ചേരി ഇതിനും സ്കൂട്ടി നിൽക്കുന്നു. മാത്രമല്ല അവരോരോരുത്തരെയും കാണുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അവരിലൂടെ ഈ അനുഗ്രഹീതമായ സംഗീത പാരമ്പര്യം തുടർന്നു പോകട്ടെ. ഇത് നമുക്കൊരു പ്രചോദനമാകട്ടെ. നേരത്തെ ആലപിച്ച ആ ഗാനം സ്താബാത് മാത്തർ ദുളറോസ യുക്സ ക്രൂച്ചം ലാക്രിമോസ ദും പെൻറ്റെബാത് ഫീലിയൂസ്, ആ ഒരൊറ്റ വാക്യം മാത്രം മതി ആദ്യത്തേത്. സ്താബാത്, നിന്നുകൊണ്ടേ ഇരുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതായത് വലിയ സങ്കടത്തിൻ്റെ കൊടുമുടിയിൽ കയറി നിൽക്കുമ്പോഴും ആ കുരിശിൻ്റെ താഴെ നിൽക്കുമ്പോഴും അവൾ നിൽക്കുന്നുണ്ടായിരുന്നു. സ്താബാത്. അമ്മ നമ്മുടെ കൂടെയും ഉണ്ടാകട്ടെ. അതാണ് ഈ നോമ്പിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളുടെ, സഹനങ്ങളുടെ നിമിഷങ്ങളിൽ അമ്മ കൂടെ ഉണ്ടാകട്ടെ. അമ്മയുടെ മടിത്തട്ടിൽ നമുക്ക് ആ സ്വർഗീയ സാന്ത്വനം അനുഭവിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി, അഭിനന്ദനം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ അവസാനത്തെ പാട്ടിന് മുമ്പ് ഈ ഒരു പരിപാടി ഇവിടെ ഇങ്ങനെ നടത്താൻ ഒരുപാട് പേരുടെ പരിശ്രമമുണ്ട്. ഞാനവരെ പേരെടുത്ത് പറഞ്ഞ് അഭിനന്ദിക്കാൻ അല്ലെങ്കിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം ഇന്നത്തെ ഈ സായാഹ്നം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ അഭിമന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിന് ഒരുപാട് നന്ദി പറയാം. കാരണം കുറച്ചധികം നേരം പിതാവ് നമ്മുടെ കൂടെ ഇരുന്നു. പിതാവിന് അരമണിക്കൂർ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞ് പക്ഷേ ഇവിടെ ഇരുന്നു. പിതാവിന് എല്ലാവരുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ കണ്ണൂർ പിതാവ് അലക്സ് പിതാവ് നമുക്ക് നല്ല വാക്കുകൾ തന്നു. ഫുൾ ടൈം ഇവിടെ നമ്മുടെ കൂടെയുണ്ട്. പിതാവിനും ഒരുപാട് നന്ദി. ഇവിടെ നമ്മുടെ ആന്റണി വാലങ്കലച്ഛൻ, ഇവിടെ റെക്ടറച്ഛനുണ്ട്. ഈ ഒരു ചോദിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ഈ മുറ്റം വിട്ട് തന്ന ആന്റണി വാലങ്കലച്ഛന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം വിസിറ്ററായ കുറേ വ്യക്തികളോട് ഇരിപ്പുണ്ട്. മോൺസൺ മാത്യു അലഞ്ഞുമറ്റോട് ഇരിപ്പുണ്ട്. എ പി ജലച്ചനോട് ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ ചാൾസ് ഡയസ് XML MP ഇരിപ്പുണ്ട്. അതോടുകൂടിയുള്ള അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തോടെ നന്ദി പറയുകയാണ്. ഞാനിപ്പോൾ നന്ദി പറയുന്നത് നമ്മുടെ പനങ്ങാട് സെയിൻറ്റ് ആൻ്റണീസ് ലാറ്റിൻ കൊയറിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ്. ഈ കൊയർ 2012 ആരംഭിക്കുന്നത്. ഇപ്പോൾ 100-ലധികം പള്ളികളിൽ അവർ കുർബാനയ്ക്കും അല്ലാതെയൊക്കെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. YMCAയുടെ എക്യുമെനിക്കൽ ക്രിസ്മസ് കരോൾസിൽ കഴിഞ്ഞ 8 വർഷമായിട്ട് അവർ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ 3-4 ദിവസം ഓൾ ഇന്ത്യ റേഡിയോയിൽ ഇവർ 6 പാട്ടുകൾ അവതരിപ്പിച്ചു. 2 എപ്പിസോഡായിട്ട് 6 പാട്ടുകൾ, ഇതിൻ്റെ മലയാള അർത്ഥമൊക്കെ പറഞ്ഞിട്ട് വളരെ മനോഹരമായി 2 എപ്പിസോഡായിട്ട് സംപ്രേഷണം ചെയ്തു. ഒരുപാട് പേരിലേക്ക് നമ്മുടെ ഈ ലിറ്റർജിക്കൽ പാട്ടുകൾ, ഗ്രിഗോറിയൻ സംഗീതം എത്തിക്കാൻ ഇവർ കാരണമായെന്നുള്ളതാണ്. വളരെ അത്ഭുതമാണ്. കാരണം ഇത് നിങ്ങൾ കാണേണ്ടതും വിലയിരുത്തേണ്ടതും ഒരു ഇടവകയിൽ നിന്നും വന്നിട്ടുള്ള ആൾക്കാർ, ഒരു ഇടവകയിൽ നിന്നും ഇത്ര കലാകാരന്മാർ ഒരു കാര്യത്തിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. 3 വർഷം മുമ്പാണ് ഡോക്ടർ സൈമൺ ചേട്ടനും പിന്നെ തേൻകുടി സാറും കൂടെ എൻ്റെ അടുത്ത് വന്നത്. എരൂരിരിക്കുമ്പോഴാണ് അന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ കൊറോണ വന്നിട്ട് അതിങ്ങനെ നടന്നില്ല, അതിങ്ങനെ നീണ്ടു പോയി. അപ്പം ഞാൻ ഓർത്തത് ഇവർ രണ്ടുപേരും അത് മറന്നു പോകുന്നു. കാരണം ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ അത്ര ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല. ഞാൻ പറഞ്ഞു ഇടവകയുടെ കൊയറല്ലേ എന്നുള്ളൊരു ചിന്ത എൻ്റെ തലയിലുണ്ടായിരുന്നു. പക്ഷേ അവർ വിട്ടില്ലേ, അവരിങ്ങനെ കൂടെ വന്ന്
എനിക്ക് മനസ്സിലായി ഈ സ്വപ്നം അവരെ വിട്ടു പോകില്ല എന്ന്. അപ്പം ഞാൻ ഓർത്ത് കൂടെ നിൽക്കാമെന്ന് കരുതിയാണ്. അങ്ങനെയാണ് ഇന്ന് ഈ ഒരു വേദിയിൽ ഇവർ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഡോക്ടർ സൈമൺ കൂമ്പലാണ് ഈ പരിപാടിയുടെ മുഴുവൻ സ്പോൺസർ. ഒന്ന് ആലോചിക്കേണ്ട കാര്യം, കഴിഞ്ഞ ഇത്ര വർഷമായിട്ട് 12 വർഷമായിട്ട് സ്വന്തം വീടിൻ്റെ മുകളിൽ ഈ കൊയറുകാർക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒരു ഇടം കൊടുക്കുക, അവർക്കുള്ള ചായ കൊടുക്കുക. അത് ഒരു എന്താ പറയുന്നത്, ഒറ്റൊരു കാര്യത്തിന് വേണ്ടി ഒരു ട്രഡീഷൻ എങ്ങനെ നിലനിർത്തണം എന്നൊരൊറ്റ ചിന്തയോടുകൂടി ജീവിക്കുന്ന ഒരു ഫാമിലി. നല്ലൊരു കൈയടി നമുക്ക് അവർക്ക് കൊടുക്കാം. അലക്സ് പിതാവ് സൂചിപ്പിച്ചു തേൻകുടി സാർ എത്ര ദൂരത്തു നിന്ന് വരുന്നത്. ഞങ്ങൾ സെമിനാരിക്കാരെല്ലാവരും ഇപ്പോഴും ലത്തീൻ പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാറ് തന്നെയാണ്. ഭയങ്കര ആത്മാർത്ഥതയാണ് ഇങ്ങനെ സഭയുടെ സംഗീതം ഇങ്ങനെ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അതാണ് ആരോഗ്യമില്ലാഞ്ഞിട്ട്, ആരോഗ്യം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇന്ന് ഏറ്റവും പുറകിൽ പോയി നിന്ന് പാടുകയാണ്. അപ്പം എനിക്കൊരു പേടിയുണ്ട്, സാറിങ്ങനെ 1 മണിക്കൂർ നിൽക്കുമെന്നൊക്കെ ഞാൻ ചോദിക്കുകയും ചെയ്തു. ഇവിടെ സാറോടെ നിന്നു, ഇവിടെ കൂട്ടത്തിൽ ഒരാളെ നിന്ന് പാടി എന്നുള്ളതാണ്. സാറിന് ഒരുപാട് നന്ദി. പിന്നെ വിൻസ് പെരിഞ്ചേരി ഇവരുടെ മാനേജറാണ്. നമ്മളുടെ ഈ കാൻഡിക്ക മരിയാനയുടെ പോസ്റ്ററൊക്കെ ഡിസൈൻ ചെയ്തും അത് സോഷ്യൽ മീഡിയയിലൊക്കെ പബ്ലിഷ് ചെയ്തൊക്കെ വിൻസ് പെരിഞ്ചേരിയാണ്. വിൻസ് പെരിഞ്ചേരിയുടെ ഫുൾ ഫാമിലി ശരിക്കും പാടാനും ഗിറ്റാർ വായിക്കാനൊക്കെ ഇവിടെ ഉണ്ട്. വിൻസിനും കുടുംബത്തിനും ഒരുപാട് നന്ദി പറയാണ്. ഇൻസ്ട്രക്ടറായിട്ട് സേവനം ചെയ്യുന്നത് ബർത്തലോമിയോ. പിന്നെ കീബോർഡിൽ പൊന്നൻ മാത്താളിൽ ലിനോ പൊന്നൻ, ഗിറ്റാറിൽ നിർമ്മൽ വിൻസ് പെരിഞ്ചേരി, വയലിനിൽ ഷാജു പീഡിയക്കൽ, ഉണ്ണി ഷാജു, ജിൽജു ഉണ്ണി ആണ് ഓർക്കസ്ട്ര ടീമിലുള്ളത്. പാട്ടുകാരൻ ഞാൻ പേര് പറയുമ്പോൾ ഒന്ന് കൈപൊക്കിയാൽ എല്ലാവർക്കും കാണാൻ പറ്റും. ലൈറ്റ് ഇട്ട് കൊടുക്കുക. ജിമ്മി കേളന്ദ്ര, റോയ് നിഗർത്തിൽ, എമിലി സൈമൺ കൂമ്പേൽ, മിനി ആൻഡിപോൾ, അന്ന പ്രിസ്ക മെറിൻ, റെജീന റോയ്, ലീലാമ ആൽബർട്ട് കേളന്ദ്ര, ജസ്റ്റിൻ ചക്കാലപ്പറമ്പിൽ, അനു ആൽബർട്ട്, ജെയ്സൺ മനക്കിൽ, അഗസ്റ്റിൻ പൊറ്റക്കുഴി, സാന്ദ്ര ഷാജു, സ്റ്റാൻലി മൈലോത്ത്, ക്രിസ്റ്റീന വിൻസെന്റ് പെരിഞ്ചേരി. അപ്പോൾ ഈ പനങ്ങാടിൻ്റെ അഭിമാനവും പനങ്ങാടിൻ്റെ ലാറ്റിൻ കൊയർ, സെന്റ് ആൻഡ്രീസ് ലാറ്റിൻ കൊയറിനും ടീം അംഗങ്ങൾക്കും ഇടവക്കാർക്കും അവിടെ വികാരിച്ചിനും എല്ലാവർക്കും നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. ശരിക്കും ഇവിടെ നടന്നത് 2 സാധാരണ ഇടവക്കാരുടെ പരിപാടിയാണ്. ഇവിടെ സെയിന്റ് ആന്റണീസ് ഇടവക, പനങ്ങാട് ഇടവകയാണെങ്കിൽ അപ്പുറത്ത് സെയിന്റ് ജോർജ് എരൂർ ഇടവകയുടെ പരിപാടി നടന്നു. ഇവരെല്ലാവരും സാധാരണക്കാരാണ്, പക്ഷെ അസാധാരണമായ കഴിവുകളുള്ള ആൾക്കാരാണ്. ആ കഴിവെന്ന് പറയുന്നത് ഒരു പ്രതിഫലവും പറ്റാതെ നല്ല കാര്യത്തിനു വേണ്ടി നിൽക്കുക എന്നുള്ളതാണ്. ആ കഴിവാണ്, അതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ ഈ വശത്ത് ഈ സ്റ്റേജിൽ കയറിയ ആൾക്കാരെ പരിചയപ്പെടുന്ന ആക്ടേഴ്സായിട്ട് എബി നെൽസൺ, മനു, റോണി, ജോബൽ, ഡിൻറ്റു, മേഴ്സി, അഷീറ്റ, ഏഞ്ചൽ, റയാൻ, അന്നബെൽ, എയ്ബൽ ഇവരാണ് ആക്ടേഴ്സായിട്ട് രംഗത്ത് വന്നത്. അതോടൊപ്പം മേക്കപ്പ് ചെയ്തത് ആഗ്നസ്, കോസ്റ്റ്യൂം ചെയ്തത് സിന്ധ്യ, ആർട്ട് വർക്ക് ചെയ്തത് SJ ഇവൻസിലെ ജെറിൻ, ഷാബിൻ, മിഥുൻ. അതോടൊപ്പം തന്നെ സഹായികളായിട്ട് ഡിപ്സൺ, വിനീത, നിതിൻ, ആലിസ് എന്നിവരുണ്ടായിരുന്നു. മ്യൂസിക് ചെയ്തത് നിയോ, ലൈറ്റ് ഡിസൈൻ അലൻ നോർബർട്ട്, ഡബ് ചെയ്തത് ഏഞ്ചൽ, ആലിസ്, റെക്കോർഡിസ്റ്റ് ഹാരി, സൗണ്ട്സ്കേപ്പ് നമ്മുടെ ഈ സ്റ്റേജിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് സെയിന്റ് ആന്റണീസ് ഡെക്കറേഷൻസ്, ലൈറ്റ് ആൻഡ് സൗണ്ട് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് നീനു പ്രോയല്, അതുപോലെ റനീഷും അഖിലും മറ്റു ക്രൂ മെമ്പേഴ്സിനൊക്കെ നന്ദി പറയാണ്. ഏറ്റവും കൂടുതൽ ഞാൻ നന്ദി പറയുന്നത് ഈ ഒരു ടീമിനെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഈ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ സ്കിറ്റ് ഡയറക്റ്റ് ചെയ്ത് ജോബിഷ് സേവ്യറിനെയാണ്. ജോബിഷ് ചില ദിവസങ്ങൾ പണിയെ കളഞ്ഞിട്ടാണ് ഈ ദിവസങ്ങളിലൊക്കെ ഇവരിങ്ങനെ കൊണ്ടു നടക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ജോബിഷ് അത് കൈകാര്യം ചെയ്തു. ജോബിഷിനും സെയിന്റ് ജോർജ് എരൂർ ഇടവകയിലെ എല്ലാ അംഗങ്ങൾക്കും നല്ലൊരു കൈയടി കൊടുക്കാം. നമ്മൾ ലാസ്റ്റ് പാട്ടിലേക്ക് പോകുന്നു. ലവ് ദ ജെറൂസലേം. അത് 147 സങ്കീർത്തനാണ്. 2 വരികളേ ഉള്ളൂ, നമുക്ക് കേൾക്കാം.
ദൈവമേ നന്ദി. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു. Virgin answered